ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ നമ്മളിന്ന് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുറേ കാലമായിട്ട് ഉള്ള നമ്മളുടെ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലുണ്ടായിരുന്ന ലിക്വിഡിറ്റി ലെൻസ് ടൂൾ ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. റീറ്റെയിലേഴ്സ് അവർക്ക് എത്തിച്ച് തരണം അല്ലെങ്കിൽ അവർക്ക് ആക്സസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. അതിൻ്റെ ബാക്ക് ടെസ്റ്റഡ് ഡാറ്റയും എല്ലാം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൂള് നമ്മൾ എന്താ പറയുക പബ്ലിഷ് ആക്കാൻ പോവുകയാണ്. കുറച്ച് റിഫൈനിങ് ഒക്കെ വരുത്തിയിട്ട് കുറച്ചധികം എഫിഷ്യൻ്റ് ആക്കിയിട്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ പബ്ലിഷ് ചെയ്തിട്ട് നമ്മൾ ട്രേഡേഴ്സിനും റീറ്റെയിലേഴ്സിനൊക്കെ നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സബ്സ്ക്രിപ്ഷൻ മോഡലിലാണ് ആക്സസ് ഉണ്ടാവുക. യു ക്യാൻ കോൺടാക്ട് മീ ടു ഗെറ്റ് മോർ ഡീറ്റെയിൽസ് ഓൺ ഇറ്റ്. സോ ആ ഒരു ടൂളിൻ്റെ എഫിഷ്യൻസി എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു ടൂൾ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു മാർക്കറ്റിൽ നമ്മളിനി നിഫ്റ്റി റിക്കവർ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിക്കവർ ആവുന്ന സമയത്ത് ലിക്വിഡിറ്റി ലെൻസിൻ്റെ റോൾ എന്താണ്, നല്ല ട്രേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിക്കവറി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റോക്കുകളിലുള്ള റിവേഴ്സൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ലിക്വിഡിറ്റി ലെൻസോ അതുപോലെ തന്നെ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി സോൺസ് എല്ലാം മാർക്ക് ചെയ്തിട്ട് ബൈയിങ് പ്രഷർ കാണിച്ചു തരുന്ന ഈ ഒരു ടൂളിന് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. സോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടത്തിലോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഒന്നുകൂടി നന്നായിട്ട് റീസ്ട്രക്ചർ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് നിങ്ങൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാനിതിൽ രണ്ട് മെയിൻ സ്റ്റോക്കുകളെ കുറിച്ചാണ് അനാലിസിസ് നടത്തുന്നത്. എത്ര സ്റ്റോക്ക് വേണമെങ്കിലും നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. എല്ലാത്തിലും ഇൻടാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. ഇതൊരു മണി പ്രിൻറ്റിംഗ് സ്ട്രാറ്റജി എന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ കംഫർട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. സോ അത് ഒരു എന്താ പറയുക, സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ അത് ഒരു സ്റ്റോക്കിൽ മാത്രമല്ല അത് വർക്കാവുന്നത്, അത് നിഫ്റ്റിയിൽ നമ്മൾ വർക്കാവുന്നത് നിരന്തരമായിട്ട് നമ്മൾ നിഫ്റ്റി അനാലിസിസ് ചെയ്യുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഓപ്ഷൻ ചാർട്ടിൽ വർക്കാവുന്നത് കാണിച്ചു തരുന്നുണ്ട്. XAUSD കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 40% ബുക്ക് ചെയ്തു, ഗോൾഡിൽ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത വീഡിയോ. അതിലും ഞാൻ സെയിം സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് നൈസ് ട്രേഡ്, ലിക്വിഡിറ്റി ലെൻസ് ആൻഡ് ഫിബൊനാച്ചി. സോ ഈ രണ്ട് ടൂളുകൾ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡും ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് എന്താ പറയുക ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഒരുപാട് കോഴ്സൊന്നും എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. രണ്ട് ടൂള്, അതിൽ ബൈയിങ് പ്രഷർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഫെയർ വാല്യൂ ലിക്വിഡിറ്റി എവിടെയാണെന്ന് മനസ്സിലാക്കുന്നു. അതാണ് ആ ഒരു സ്റ്റോക്കിൻ്റെ ഫെയർ വാല്യൂഷൻ സോൺ എന്ന് പറയുന്നത്. സോ ടെക്നിക്കൽ ഫെയർ വാല്യൂം ഫണ്ടമെൻ്റൽ ഫെയർ വാല്യൂം സംഗമിക്കുന്ന തരത്തിലുള്ള ഒരു കോഡിംഗ് ആണ് നമ്മളിതിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. സോ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുന്നില്ല. നമുക്ക് ആ ഒരു ടൂളിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഇതിൻ്റെ ഒരു വിഷ്വലൈസേഷനിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ള സ്റ്റോക്ക് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് അഥവാ CDSL ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത് ട്രെൻഡിങ് സ്റ്റോക്കിലാണ്. നമ്മളെല്ലാവരും ഓടി പിന്നാലെ കൂടുന്നതാണ് ട്രെൻഡിങ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. എല്ലാവരുടെ കയ്യിലും ഒരുപാട് ട്രെൻഡിങ് സ്റ്റോക്കുകൾ ഉണ്ടാവും. അത്തരം ട്രെൻഡിങ് സ്റ്റോക്കുകളിലാണ് ഇത് വളരെ മാസ്മരികമായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് സെൻട്രൽ ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആണ്, സർവീസസ് ലിമിറ്റഡ് ആണ്, CDSL. സോ നമ്മൾ നോർമലി ഇതിന് ആദ്യം മുതൽ 2017 ജൂണിലാണ് ഈ സ്റ്റോക്ക് ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്തത്. സോ അവിടെ മുതലേ നമ്മളിതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കിയാൽ അറിയാം, ഇപ്പോൾ ഈ വീക്ക്ലി ക്യാൻഡിൽസ് ആണ് എടുത്തത്. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിനെ നമ്മൾ റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള ഇൻഡിക്കേഷൻ ഒന്നും വരുന്നില്ല. ഇത്തരത്തിലാണ് കൂടുതൽ ആളുകളും നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ പഠിപ്പിച്ച് തരുന്നത്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു അനലിസ്റ്റ് പറയുകയാണ് ഇവിടെയാണ് ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ഇവിടെയാണ് ഈ ക്യാൻഡിലാണ് ലിക്വിഡിറ്റി ഉള്ളത്, ഈ ക്യാൻഡിലാണ് ലിക്വിഡിറ്റി ഉള്ളത്, ഇവിടെയാണ് ഫെയർ വാല്യൂ എന്നൊക്കെ SMC എന്നൊക്കെ പറഞ്ഞിട്ട് അവർ 50, 60 ആയിരങ്ങൾ വാങ്ങിച്ചിട്ടൊക്കെയാണ് കോഴ്സ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു ടൂളിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഡ് എന്ന് പറയുന്നത് ആർക്കും, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലാണ് നമ്മൾ ലിക്വിഡിറ്റി മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ ലിക്വിഡിറ്റി എത്രത്തോളം അവിടെ ഉണ്ട്, ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ആണോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. സോ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ലിക്വിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റിയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഓർഡർ ബ്ലോക്സ് ഉള്ളത്, അവിടെയാണ് ഫെയർ വാല്യൂ ഉള്ളത്, ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷനും അല്ലെങ്കിൽ വോളിയം നടക്കുന്ന അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന ഒരു ഏരിയയാണത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയയാണത്. അത്തരം ഏരിയകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഏരിയ മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ലോസ് മേക്കിംഗ് ട്രേഡുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അത്തരം രീതികളിൽ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടൂളാണിപ്പോൾ ഇത്. സോ എങ്ങനെ അത് വർക്കാവുന്നു എന്നുള്ളത് നോക്കാം. സോ ഇത്തരത്തിൽ നമുക്ക് നെയ്ക്കഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ കാണിക്കാതെ
നമുക്കതിൽ എന്തെങ്കിലും വിഷ്വൽ കാണിക്കണം. എവിടെയാണ് ഫെയർ വാല്യൂ ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് നല്ല ഓർഡർ ബ്ലോക്ക് ഉള്ളത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിന് കുറച്ച് ലേബൽസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിന് നൈസ് ട്രേഡ് SMC ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സ്മാർട്ട് മണി കോൺസെപ്റ്റാണ് ഇതിൻ്റെ ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലിക്വിഡിറ്റി ലെൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലെൻസ് വെച്ച പോലെയാണ്. ഞാനിപ്പോൾ ഒരു കണ്ണട വെക്കുന്നുണ്ട്, അതിൽ ലെൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോഴേ എനിക്ക് വിഷൻ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നെയ്ക്കഡ് ആയിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു സംഭവം നമ്മളിവിടെ ഈ ഒരു ചാർട്ടിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഈ ടൂൾ ഓൺ ആക്കുന്ന സമയത്ത് നമുക്കവിടെ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. യെസ്, അത് ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. നോർമൽ ലിക്വിഡിറ്റി. എവിടെയാണ് ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഫോം ചെയ്യുന്നത്? ആ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സോണിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയെ മറികടന്നുകൊണ്ട് നമുക്കൊരു ബൈയിങ് പ്രഷർ വരികയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നു, അത്തരത്തിലൊരു ബൈയിങ് പ്രഷർ അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിലാണ് ആ സ്റ്റോക്കിൽ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ നടക്കുക. ഇത് സ്റ്റോക്കിലെന്ന് മാത്രമല്ല, ക്രിപ്റ്റോയിലും ഫോറക്സിലും ഏത് ടൈം ഫ്രെയിമിലാണെങ്കിൽ പോലും നമുക്കിത് ഇതേ സ്ട്രാറ്റജിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരൊറ്റ സ്ട്രാറ്റജി ഇൻ ഓൾ ദി അസറ്റ്സ് ഗ്ലോബലി. US സ്റ്റോക്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്, ഫോറക്സിൽ പരീക്ഷിക്കാവുന്നതാണ്, ബിറ്റ്കോയിനിൽ പരീക്ഷിക്കാവുന്നതാണ്. ഏത് അസറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ കൃത്യമായിട്ട് ഇതിനെ പ്ലോട്ട് ചെയ്യുന്ന തരത്തിലാണ് കോഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് ലിക്വിഡിറ്റിയെ ഒരു ബൈയിങ് പ്രഷർ മറികടക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ മുതൽ നമ്മൾ ആ സ്റ്റോക്കിൽ ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. സോ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റി, ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയെ ഒരു ബൈയിങ് പ്രഷർ നമുക്ക് ബ്രേക്ക് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതങ്ങോട്ട് ഓഫാക്കി കഴിയുമ്പോൾ നമുക്കൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അവിടെ ബ്രേക്ക് ഔട്ട് നടന്നോ ഇല്ല എന്നുള്ളതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പം ഇത്തരം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടുകൾ നമുക്ക് ചിലപ്പോൾ എന്താ പറയുക, ഫേക്ക് ഔട്ടുകളായി മാറിയേക്കാം എന്നുള്ളതാണ്. സോ ഇത് ഓൺ ആക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഡിക്കേഷൻ വരുന്നത്. അതിനുശേഷം താഴെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും 5.2 മില്യൻ്റെ ബയേഴ്സ് ലിക്വിഡിറ്റി, അതും ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയാണ്. ഫെയർ വാല്യൂ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ധാരാളം ഓർഡർ ബ്ലോക്കുകളുള്ള ലിക്വിഡിറ്റി കൂടിയാണ്. സോ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിച്ച് വന്നിട്ടാണ് പിന്നെ ബ്രേക്ക് ഔട്ട് കംപ്ലീറ്റ് ചെയ്യുക. സോ അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. യു ക്യാൻ വെരി വെൽ വാച്ച് ദ പെർഫോമൻസ് റിപ്പോർട്ട് ഓൾസോ. ഓക്കെ, ഇവിടെ എത്രത്തോളമാണ് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി, അതിന് വരുന്ന പ്രോഫിറ്റ് എത്രയാണെന്നുള്ളതിൻ്റെ ബാക്ക് ടെസ്റ്റഡ് ഡാറ്റയും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇപ്പോൾ 72,000 79,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുപോവുകയാണ്. സോ ഇത്തരത്തിൽ ഇവിടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഈ ബ്രേക്ക് ഔട്ട് പോകുന്നത്. ഇത് ഏത് ട്രെൻഡിങ് സ്റ്റോക്കിലും സമാനമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ബ്രേക്ക് ഔട്ട് എല്ലാവർക്കും പ്രശ്നമുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്താ പറയുക, എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, പക്ഷേ എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത് അറിയില്ല എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒരു ടൂൾ നൈസ് ട്രേഡ് SMC ലിക്വിഡിറ്റി ലെൻസ് എന്ന് പറയുന്ന ടൂളിന് ഒരേ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരേ ഒരു ലീഡിങ് ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യം മാത്രമേ നമ്മളുടെ ചാർട്ടിൽ വരുന്നുള്ളൂ. സോ ദാറ്റ് കോമ്പിനേഷൻ ഈസ് ദ മണി പ്രിൻറ്റിംഗ് കോമ്പിനേഷൻ. ദാറ്റ് ഇസ് വാട്ട് കോൾഡ് നൈസ് ട്രേഡ് ലിക്വിഡിറ്റി ലെൻസ് വിത്ത് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ. അതായത് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഒരു ലീഡിങ് ഇൻഡിക്കേറ്ററാണ്. ആ ഇൻഡിക്കേറ്ററിൻ്റെ കോമ്പിനേഷനോട് കൂടി ഈ ഒരൊറ്റ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എവിടെ എൻട്രി എടുക്കാം, എവിടെ എക്സിറ്റ് എടുക്കാം എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ വേറെ ഒന്നും പഠിക്കണ്ട. ഇത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. സ്റ്റോക്കിലാണെങ്കിലും ഓപ്ഷനിലാണെങ്കിലും ക്രിപ്റ്റോയിലാണെങ്കിലും ഫോറക്സിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ വെരി വെൽ അണ്ടർസ്റ്റാൻഡ് ദിസ്. സോ ഫിബൊനാച്ചി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രഷ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡിലേക്കുള്ള സ്വിംഗ് ഹൈ, അതായത് ഏറ്റവും അതിൻ്റെ ഹൈ പ്രൈസ് എവിടെയായിരുന്നോ അങ്ങോട്ടേക്കാണ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ആദ്യം എയിം ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് 1.618 ആയിരിക്കും. ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് എന്നാണ് പറയാം. ഈ ഒരു ബോക്സിനെ നമ്മൾ എന്താ പറയുക, ഗേറ്റ് വേ എന്നും പറയാറുണ്ട്. ഈ ഗേറ്റ് വേ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിബൊനാച്ചിയുടെ ഫുൾ ബ്ലൗൺ ആയിട്ടുള്ള 4 വരെയെങ്കിലും നമുക്ക് പോകുമെന്നുള്ളതാണ് പറയുക. ഇതാണ് 4. ഓക്കെ, സോ ആ ഗേറ്റ് വേ കടന്നു കഴിഞ്ഞാൽ 4 വരെയെങ്കിലും നമുക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സോ ഇത് ഗേറ്റ് വേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തൊരു ബ്രേക്ക് ഔട്ടിലേക്ക്, അതായത് ആ ഗേറ്റ് വേ കഴിഞ്ഞിട്ടുള്ള ആ ബ്രേക്ക് ഔട്ടിലേക്ക് നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്. സോ ഇത് ഫിബൊനാച്ചി എങ്ങനെ മാർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ ലിക്വിഡിറ്റി ലെൻസിൻ്റെ ടൂളിൻ്റെ കൂടെ തന്നെ ഒരു ട്യൂട്ടോറിയൽ കൊടുക്കുന്നതാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ ഫിബൊനാച്ചി എന്ന് പറയുന്നത്. നിങ്ങൾ അറിയുന്നവരോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നവരോട് ചോദിച്ചാൽ മതി. ഫിബൊനാച്ചി മാർക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ആർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിലേക്ക് ഒരു കൺഫർമേഷൻ ടൂൾ അല്ലെങ്കിൽ എവിടെ ബ്രേക്ക് ഔട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഫേക്ക് ഔട്ട് ആണോ എന്നുള്ളത് നമുക്ക് ഡിസ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂൾ കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഫെയർ വാല്യുവേഷൻ അല്ലെങ്കിൽ
വാല്യുവേഷനിൽ സ്റ്റോക്കുകൾ എടുക്കാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സ്ട്രാറ്റജിയാണിത്. സോ ഫിബൊനാച്ചി ആൻഡ് നൈസ് ടു ലിക്വിഡിറ്റി ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അടുത്തൊരു ബ്രേക്ക് ഔട്ടിലേക്ക് നമ്മൾ വരച്ചിട്ട് ഫുൾ ബ്ലൗൺ ആയിട്ടുള്ള 4 വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ അതിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ 4 എത്തുന്ന സമയത്ത് നമുക്കൊരു സെല്ലിംഗ് പ്രഷർ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവിടെ ക്ലോസ് എൻട്രീസ് ബൈ ഓർഡർ എൻട്രി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെല്ലിങ്ങും കാണാൻ വേണ്ടി പറ്റും. സോ ഇവിടുന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ബൈ പിന്നീട് നമുക്ക് തരുന്ന സെൽ ഇൻഡിക്കേഷൻ ഇവിടുന്നാണ്. അതായത് ഫുൾ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ബൈ ഓർഡർ ക്ലോസ് ചെയ്യാനുള്ള നമുക്ക് ഇൻഡിക്കേഷൻ തരുന്നത് എന്നുള്ളതാണ്. സോ അതിനർത്ഥം അവിടുന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ അത്തരത്തിൽ നമ്മൾ കിഡിലനായിട്ടാണ് ഇതിനെ കോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ആ തരത്തിൽ നമ്മൾ ഇത് നോക്കുകയാണെന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ പിന്നീട് അതിലൊരു കൺസോൾട്ടേഷൻ വരികയാണ് ചെയ്യുക. സോ അത്തരത്തിൽ നോക്കുമ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇത് ഇനി ഇതേപോലെ ഒരു ബൈ പ്രഷർ ഒരു ഫെയർ വാല്യൂവിനെ നമുക്ക് ബ്രേക്ക് ചെയ്യണം. അതായത് ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഇനി ഒരു ബൈ പ്രഷർ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എൻട്രി എടുക്കേണ്ടുള്ളൂ. അതുവരെ ആ സ്റ്റോക്ക് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് എന്താണ് അതിൻ്റെ ലാഭം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ ഇതുവരെ ഇനിയിപ്പോൾ ഫിബൊനാച്ചി എടുത്ത ആൾക്കാരാണെങ്കിൽ പോലും ഈ ഒരു ഏരിയയിൽ ഈ ഒരു റീട്രേസ്മെൻറ്റ് കാണുന്ന സമയത്ത് ഓക്കെ തിരിച്ച് കയറാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എൻട്രി എടുക്കും. പക്ഷേ ഏകദേശം ഒരു വർഷക്കാലം നമ്മൾ ലോസിലായിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ ലോസ് ആണെങ്കിൽ പോലും നമ്മൾ ക്യാപിറ്റൽ അവിടെ ബ്ലോക്ക് ആയി പോയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കതിന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അടുത്തൊരു ഫെയർ വാല്യൂ സോൺ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ബൈ പ്രഷർ, യെസ് കണ്ടില്ലേ, ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ബൈ പ്രഷറും വന്നു. സോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1.618 അല്ലെങ്കിൽ ഈ ഒരു ബോക്സ്. ഓക്കെ, ഈ ഒരു ബോക്സ് ആണ് ഫസ്റ്റ് ടാർഗറ്റ്. അതും മറികടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് 2 ആണ്. 2 മറികടന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ടാർഗറ്റ് ആണ് 4 എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ആർ റണ്ണിങ് ഇറ്റ്. ഇവിടെ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. എൻ്റെ ബാക്ക് ടെസ്റ്റഡ് ഡാറ്റയാണ് കേട്ടോ. ഇവിടെ നിന്ന് ആ ബ്രേക്ക് ഔട്ട് കൃത്യമായിട്ട് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ടാർഗറ്റ് വരെ പിന്നെ നമുക്കൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ടാർഗറ്റ് ഹിറ്റ് ആവുന്നു, ടാർഗറ്റ് മറികടക്കുന്നു, സെല്ലിംഗ് പ്രഷർ ഇതുവരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വി ക്യാൻ ഗോ ഓൾ ദ വേ ടു 2.618. ഓക്കെ, കൃത്യമായിട്ട് അവിടെ എത്തിയപ്പം സെല്ല് ചെയ്തുണ്ടാവും. 2 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ കറക്റ്റ് വന്ന സമയത്ത് അത് അവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് സെൻട്രൽ ഡെപ്പോസിറ്ററി അതായത് CDSLൻ്റെ കേസിൽ വീണ്ടും ഈ ഒരു വാല്യൂ ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ടുള്ള ഏരിയ നിങ്ങൾ നോക്കൂ. 2 ഏരിയയിലാണ് ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നത്. ഒന്ന് ഇവിടെ ഈ ഏരിയയിൽ പക്ഷേ മാർക്കറ്റ് അതിനെ റെസ്പെക്ട് ചെയ്തില്ല. മാർക്കറ്റ് അതിനെ റെസ്പെക്ട് ചെയ്തില്ല എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? അത് ഫെയർ വാല്യൂ ആയിട്ട് കൂടുതൽ ആൾക്കാരും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കണക്കാക്കുന്നില്ല. സോ എന്ത് ചെയ്യും? അടുത്തൊരു ഫെയർ വാല്യൂയിലേക്ക് പോകും. സോ നെക്സ്റ്റ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു, ഫെയർ വാല്യൂ ലിക്വിഡിറ്റി. സോ അവിടെ എത്തിയപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കുന്നത്. സോ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ളത്, ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ക്യാൻഡിലാണ്. ഈ ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 15th ഏപ്രിൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഫോർമേഷന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഉണ്ടാവുന്നു, അതിനെ ബൈയിങ് പ്രഷർ മറികടക്കുന്നു. സോ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടാർഗറ്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് പിടിക്കാവുന്നതാണ്. അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതും കഴിഞ്ഞ് 3 അല്ലെങ്കിൽ 4 ഈ ഒരു ഏരിയയിലേക്കാണ്. 4 പിടിക്കാം നമുക്ക്. ഓക്കെ, 4ൻ്റെ അവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പിടിക്കാവുന്നതാണ്. സോ ഇവിടുന്ന് ഒരു ബൈ പ്രഷർ നമുക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ, ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയെ ബ്രേക്ക് ചെയ്തിട്ടൊരു ബൈങ് പ്രഷർ കാണാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് 125% മൂവ് ലെഫ്റ്റ്. സോ ഈ ഒരു ടൂൾ ഉള്ളതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഈ സമയത്തൊന്നും എൻട്രി എടുക്കേണ്ട, അല്ലെങ്കിൽ ഇവിടുന്ന് ബൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്നും സെല് ചെയ്യേണ്ട കാര്യമില്ല. എവിടെയാണോ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ആവുന്നത്, ഫിബൊനാച്ചിയുടെ ടാർഗറ്റ് ഹിറ്റ് ആവുന്നത് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ കാണിക്കുന്നത്, ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പം ഇവിടെ ഫിബൊനാച്ചി ടാർഗറ്റ് ഹിറ്റായി നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ കൃത്യമായിട്ട് അടുത്ത ഒരു ഫെയർ വാല്യൂ വരെ നമുക്ക് ബൈ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ നോർമൽ ലിക്വിഡിറ്റി ആണ്, എടുക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളെ പ്രീമിയം ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് CDSLൻ്റെ കേസ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രീമിയം ഗ്രൂപ്പിൽ പറയാറുണ്ട് CDSL ഇപ്പോൾ വാങ്ങിക്കേണ്ട. ഇതിപ്പോൾ ഏകദേശം സാന്ദർഭികമായിട്ട് പറയുകയാണെങ്കിൽ ഇതേ സ്ട്രാറ്റജിയാണ് ഇന്നലത്തെ ദിവസം നമ്മൾ എടുത്തിട്ടുള്ളത്. സെയിം സ്ട്രാറ്റജി, ഫെയർ വാല്യൂ ലിക്വിഡിറ്റിനെ ബൈ പ്രഷർ ബ്രേക്ക് ചെയ്തിട്ട് വരുന്നു. അതിലാണ് ഞാൻ 2000% ഓപ്ഷനിൽ ബുക്ക് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി.
ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ആൻഡ് ബൈങ് പ്രഷർ കോമ്പിനേഷൻ. ഓക്കെ, എന്നിട്ട് ഇതിവിടെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 1.618, 2.618, 3.618 ആൻഡ് ഓൾ ദ വേ ടു 4. അതായത് ഫുൾ ബ്ലോൺ ബ്രേക്ക് സംഭവിച്ചിട്ടുള്ളത് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷനിൽ നടന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ചാർട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് പോസിബിൾ ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഒന്നും നമ്മൾ ബൈ ചെയ്യേണ്ട കാര്യമില്ല. ഓൺലി ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി വന്നിട്ട് അതിനെ ബൈയിങ് പ്രഷർ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബൈ എടുക്കേണ്ടുള്ളൂ. ദാറ്റ് ഈസ് ദ ക്ലാസിക് സിമ്പൽ ഓഫ് റിക്കവറി അല്ലെങ്കിൽ റിവേഴ്സൽ എന്ന് പറയുന്നത്. അവിടുന്ന് മാത്രം നമ്മൾ ആ ട്രെൻഡിങ് സ്റ്റോക്ക് വാങ്ങിച്ചാൽ മതി. അതുവരെ നമ്മളെ ക്യാപിറ്റലിനും പ്രശ്നമില്ല. ഇൻ കേസ് റോങ് എൻട്രി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോസ് ആയി പോകുന്ന പേടിക്കാനില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതുപോലെ ഇതിൻ്റെ അതേ കേസാണ് നമ്മൾ മസ്ഡോക്കിലും നമുക്ക് നോക്കാം. ഓക്കെ, മസ്ഡോക്കിൻ്റെ കേസിലും ഞാൻ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. മസ്ഡോക്കിലും നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഒരു ടോട്ടൽ പെർഫോമൻസ് കാണാൻ പറ്റും. ടോട്ടൽ 5 ട്രേഡ്സ് ആണ്. അതിൽ 4 ട്രേഡും സക്സസ്ഫുൾ ആണ്. 80% ആണ് ഈ സ്ട്രാറ്റജി മസ്ഡോക്കിൽ ഇത് എന്ന് പറയുന്നത്, ആക്യുറസി എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് സ്ട്രാറ്റജിയും, സൂപ്പർ ട്രെൻഡ് ആയിക്കോട്ടെ, EMA ആയിക്കോട്ടെ, MACD ആയിക്കോട്ടെ, നിങ്ങൾ ടെസ്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഇത്രയും പ്രോഫിറ്റബിലിറ്റി അത് കാണിച്ചു തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ഗിവ് യു ദിസ് ടൂൾ ഫോർ ഫ്രീ, അറ്റ്ലീസ്റ്റ് ഫോർ 1 year. ദാറ്റ്സ് ആൻ ഓപ്പൺ ചാലഞ്ച്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അത് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പിന്നിൽ അത്രയും എഫേർട്സ് നമ്മൾ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു സബ്സ്ക്രിപ്ഷൻ മോഡലാക്കിയിട്ട് കൊടുക്കുന്നതും. സോ നിങ്ങൾക്ക് ഇൻട്രാഡേ ആയിക്കോട്ടെ, ഓപ്ഷൻ ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, ഏത് പർപ്പസിനാണെങ്കിലും നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. യു ക്യാൻ ഗെറ്റ് ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് യൂസിങ്. സോ ഇവിടെ നമ്മൾ എടുക്കുകയാണ്. ഇതിൻ്റെ കേസിൽ, മസ്ഡോക്കിൻ്റെ കേസിൽ നമ്മൾ ആദ്യത്തെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇതിലെപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയാറുണ്ട്, ഒരു ട്രെൻഡ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചാടി കയറാൻ പാടില്ല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ഈ ഒരു കേസ് നമുക്ക് ചിലപ്പം ഭയങ്കരമായിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അവിടെ മുതലേ തുടങ്ങി നോക്കാം. മസ്ഡോക്കിൻ്റെ കേസിൽ ഫസ്റ്റ് കേസിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഇവിടുന്നാണ് ഒരു ഫെയർ വാല്യൂവിനെ ഓർഡർ ബ്ലോക്കിനെ, അതായത് ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയെ, അവിടെ അത്രയും ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരു ബൈയിങ് പ്രഷർ മറികടന്നു ആൻഡ് ദെൻ അത് ഒരു കറക്റ്റ് ചെയ്തു. അതായത് ഇവിടുത്തെ ആ ലിക്വിഡിറ്റിയിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. 1 എന്ന് പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്തു, 2 അച്ചീവ് ചെയ്തു ആൻഡ് ദെൻ ഓൾ ദ വേ ടു 4 വരെ പോയി. അതിൻ്റെ അങ്ങോട്ടേക്ക് എത്ര പെർസെൻറ്റേജ് റിട്ടേൺ ആണത് കൊടുത്തിട്ടുണ്ടാവുക? അത്യാവശ്യം നല്ല രീതിയിലുള്ള റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 272% ഇൻ എ സ്പാൻ ഓഫ് 6 months. ഓക്കെ, സോ ആ തരത്തിലാണ് നമ്മളിനി ഇങ്ങോട്ടേക്ക് വലിച്ചു കിട്ടും. കാരണം അത് ആ ഫുൾ ബ്രേക്ക് കംപ്ലീറ്റ് ആയി. 4 വരെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് കംപ്ലീറ്റ് ആയി. നമ്മൾ പിന്നെ രണ്ടാമത് ട്രെൻഡ് എടുത്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ പുതിയ ട്രെൻഡിലേക്ക് നമ്മൾ വലിച്ചു കെട്ടി 1 എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് കെട്ടി വെച്ചിട്ട് ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്യാണ്. ഇതാണ് 1.618 ആണ് അടുത്ത ടാർഗറ്റ്. ഓക്കെ, അതിന് നമ്മൾ ആദ്യം ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യണം. .6ഉം അച്ചീവ് ചെയ്തു ആൻഡ് ദെൻ ഗോയിങ് ഓൾ ദ വേ ടു 2. ഇവിടെയും ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്തു. ഇനി നമുക്കൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ട് താഴത്തേക്കുള്ള ഫെയർ വാല്യൂ ലിക്വിഡിറ്റി, അതായത് ഗ്രീൻ ഏരിയ, ഇവിടുത്തെ ഈ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ പേടിക്കേണ്ടതുള്ളൂ. അത് ബ്രേക്ക് ചെയ്തിട്ടില്ല, കണ്ടില്ലേ? ഇവിടുത്തെ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് വീണ്ടും ബൈ പ്രഷർ എടുത്തു, മേലേക്ക് തന്നെ പോകുന്നത് 4 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, സോ അതിന് നമ്മൾ വീണ്ടും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? അടുത്തൊരു സോണിലേക്ക് എടുക്കാം. അടുത്തൊരു സോണിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണല്ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ബ്രേക്ക് ചെയ്തെടുത്ത് അങ്ങോട്ടേക്ക് കെട്ടി വലിച്ചിട്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ അങ്ങോട്ടേക്ക് കെട്ടി വലിക്കുക, ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ആൻഡ് ദെൻ ബൈ. ഓക്കെ, നേരെ 2 എന്ന് പറഞ്ഞ കൃത്യം 2 എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് വന്നിട്ട് സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ പെർഫോമൻസും കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇനി കൺസോൾഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഫോം ചെയ്തിട്ട് അതിനെ ബൈയിങ് പ്രഷർ മറികടക്കണം. ഓക്കെ, സോ ഓൾറെഡി ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൈ പ്രഷർ മറികടക്കുകയാണെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാം മസ്ഡോക്കിൽ അടുത്ത ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് വലിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു 1നെ, സ്വിങ് ഹൈനെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വലിക്കുക എന്നുള്ളതാണ്. സോ ഇത് വരയ്ക്കാനൊക്കെ കുറച്ചൊരു ഐഡിയ വേണം. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ ട്യൂട്ടോറിയൽ കൊടുക്കുന്നതാണ്, വീഡിയോ പോലെ കൊടുക്കുന്നതാണ് എന്നുള്ളതാണ്.
സോ ഇനി ഇവിടെ ഒരു ബൈ പ്രഷർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് കൊടുക്കേണ്ടത് 73% ടിൽ 4500 ആൻഡ് ദെൻ അവിടെ മറികടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളതാണ് 7200 എന്ന് പറയുന്നത്. മസ്ഡോക്കിന് ദർ ഈസ് ഓൾ പോസിബിലിറ്റി ടു ഗെറ്റ് ഇറ്റ്. അപ്പോൾ മസ്ഡോക്കിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് എടുത്ത് നോക്കാം. ചിലപ്പോൾ ഇൻഡിക്കേഷൻ അവിടെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് എടുത്ത് നോക്കുമ്പോൾ ശ്രദ്ധിക്കൂ. ഓൾറെഡി ഇവിടുത്തെ ഫെയർ വാല്യൂ ലിക്വിഡിറ്റിന് ഒരു ബൈയിങ് പ്രഷർ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു ലിക്വിഡിറ്റിയിലേക്ക് തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ മാക്സിമം ലിക്വിഡിറ്റി ഇത് പ്രൊക്യൂർ ചെയ്തിട്ട് ആ ഒരു മൊമെൻറ്റം പിക്ക് ചെയ്തിട്ടാണ് മേലേക്ക് പോകുക എന്നുള്ളത്. സോ അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇവിടുത്തെ ആ ഒരു മൊമെൻറ്റം എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 17 ഡേയ്സിൽ ഒരു 26% ഈ ഒരു മാർക്കറ്റിലും ഈ സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് പവർഫുൾ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കുക, നമുക്ക് 5 ട്രേഡ്സ് ആണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ 156 ആണ് വന്നിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത്. 80% പ്രോഫിറ്റബിലിറ്റി ആണ്. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് നമ്മളുടെ നിഫ്റ്റിയിൽ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. നിഫ്റ്റിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കാണിക്കാറുണ്ട് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ. നിഫ്റ്റിയിൽ നമുക്ക് ഡെയിലി ക്യാൻഡിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് മുന്നുണ്ടായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് എടുത്തിട്ട് നോക്കാം. യെസ്, സി ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഫെയർ വാല്യൂ ലിക്വിഡിറ്റി കണ്ടു. അപ്പോൾ നിഫ്റ്റിയിലൊക്കെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ മെച്ചം എന്താണ്? നമുക്ക് കൃത്യമായിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മേലേക്ക് ട്രേഡ് എടുക്കാൻ നിഫ്റ്റിയിലും എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡും എടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഓവറോൾ മൂഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദെൻ പിന്നീട് സംഭവിച്ചിട്ടുള്ള സെയിം ഐഡിയ ഇവിടെ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ആൻഡ് ബൈയിങ് പ്രഷർ. ഇതിനെയാണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുക. അതായത് കൃത്യമായിട്ടുള്ള ബ്രേക്ക് ഔട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫേക്ക് ഔട്ടുകൾ മാർക്കറ്റിൽ 90% അല്ലെങ്കിൽ 80% ബ്രേക്ക് ഔട്ടുകളും ഫേക്ക് ഔട്ടായിട്ടാണ് പോകാറുള്ളത്. സോ ആ സ്ഥാനത്താണ് നമ്മൾ ഈ ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഒരു ബൈയിങ് പ്രഷർ മറികടക്കുന്നുണ്ടോ നോക്കി ആ ഒരു ബ്രേക്ക് ഔട്ടിനെ നമ്മൾ ഫിബനാച്ചി ബ്രേക്ക് ഔട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഏത് സ്റ്റോക്കിലും നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് നിഫ്റ്റി എടുത്തിട്ടുള്ളത്. നിഫ്റ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ നോക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി താഴത്തേക്കും നമുക്ക് ഇതേ സംഭവം ഉണ്ട്. ഇപ്പം ഫെയർ വാല്യൂ ലിക്വിഡിറ്റി നമുക്ക് ഒരു സെല്ലിംഗ് പ്രഷർ മറികടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലത്തെ എക്സ്പെക്റ്റേഷൻ നമുക്ക് എടുക്കാം. അതായത് ബിയറിഷ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. സോ അത്തരത്തിലുണ്ട്. അത് നമുക്ക് 15 മിനിറ്റിൽ പോയി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1 അവർ പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. കൃത്യമായിട്ട് മെസ്ഡോക്കിലൊക്കെ കണ്ട അതേ സംഭവം തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, 1 അവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ നിഫ്റ്റിയിൽ ഞാൻ കുറച്ച് മുമ്പത്തെ കഴിഞ്ഞും പോയിട്ടുള്ളത് കഴിഞ്ഞ സെപ്റ്റംബർ മുതലുള്ളതാണ് ജസ്റ്റ് എടുത്ത് നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയെ ബൈയിങ് പ്രഷർ മറികടന്നു ആൻഡ് ദെൻ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതായത് 1.61 അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി താഴത്തേക്ക് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരു സെല്ലിംഗ് പ്രഷർ ഫെയർ വാല്യൂവിനെ ബ്രേക്ക് ചെയ്ത്. സോ ദാറ്റ്സ് എ ക്ലാസിക് സിംറ്റം ഓഫ് ബ്രേക്ക് ഡൗൺ. സോ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പുട്ട് ഓപ്ഷനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വിംഗ് ട്രേഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ വേറെ ഒരു തരത്തിലും കൂടി കാണിച്ചു തരാം. സോ ഇവിടെ ഞാനൊരു ബ്രേക്ക് ഡൗൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കണ്ടില്ലേ, ഒരു ഗ്രീൻ ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയെ സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ക്ലോസ് എൻട്രി എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രഷറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് മറികടന്ന സമയത്ത് ഫസ്റ്റ് ടാർഗറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെയാണ് 1.618. ഓക്കെ, അവിടുന്ന് നമുക്ക് ആ ഒരു സംഗതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. സോ അതുവരെ വന്നിട്ട് വീണ്ടും നമുക്ക് ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്കൊരു റിക്കവറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അടുത്തൊരു ഇത് കാത്തിരിക്കണം. ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയെ ബ്രേക്ക് ചെയ്തിട്ട് പോകുന്നത് കാത്തിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ചെറിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? ചെറിയൊരു ഓപ്പർച്യൂണിറ്റി വന്നു, ചെറുതായിട്ട് ആ ഒരു നമ്മളുടെ ടാർഗറ്റ് ഏരിയയിലേക്ക് പോയി. അതിനുശേഷം നമുക്കിനി നോക്കാനുള്ളത് നെഗറ്റീവാണ്. അതായത് ഇങ്ങോട്ട് ഇവിടുത്തെ ഫെയർ വാല്യൂ ഇടിച്ചിട്ടല്ലോ, അതായത് ബയേഴ്സ് സൈഡിലേക്ക് ഇടിച്ചിട്ടു. സോ നമുക്കിനി ബിയറിഷ് ഇത് നോക്കാവുന്നതാണ്. സോ ആ തരത്തിൽ നമുക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകാം. സോ ബിയറിഷ് മാർക്കറ്റിൽ നമ്മളൊരു ഫിബനാച്ചി വരച്ചിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ഇവിടെ സെല്ലിംഗ് പ്രഷർ
ഫിബൊനാച്ചി സെല്ലിംഗ് പ്രഷർ, ഫെയർ വാല്യൂ ആൻഡ് സെല്ലിംഗ് പ്രഷർ അവിടെ ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഓൾ ദ വേ ഇവിടെ 1.618 വരെ നമുക്ക് ആ ഒരു മൂവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതേപോലെ അതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഒരു ബിയറിഷ് മാർക്കറ്റിലാവുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു സ്വിംഗ് ഹൈയിൽ നിന്ന് സ്വിംഗ് ലോയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, സി ഇവിടെ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു, അതിനെ ഇവിടെ ബ്രേക്ക് ചെയ്തു, സെല്ലിംഗ് പ്രഷർ ബ്രേക്ക് ചെയ്തു. സോ വി ആർ ഗെറ്റിംഗ് ദ ടാർഗറ്റ് ടിൽ ഹിയർ. അത്തരത്തിൽ നമുക്ക് ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ളതാണ്. സോ അതിൻ്റെ ഇടയിൽ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ബൈങ് പ്രഷർ റൺ ചെയ്തുകൊണ്ടിരിക്കെ ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയെ ഇവിടെ മറികടന്നു. ഇവിടെ ഇടയ്ക്കൊന്നും സെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെയാണ് വാലിഡേറ്റഡ്. സോ ആ വാലിഡേറ്റഡ് ബൈങ് പ്രഷർ ഫെയർ വാല്യൂവിനെ മറികടന്നുകൊണ്ട് തന്നെ അടുത്ത 2 എന്ന് പറയുന്ന ഏരിയയിൽ കൃത്യമായിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിവേഴ്സൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഫോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു 2 എന്ന് പറയുന്ന ഒരു ഏരിയ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അവിടേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് വന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ സാന്ദർഭികമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ലിക്വിഡിറ്റി വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ഏരിയയിലൊന്നും ലിക്വിഡിറ്റി സപ്പോർട്ട് ഇല്ലായിരുന്നു. സി, ഇവിടെ മാത്രമാണ് ഒരു ഫെയർ വാല്യൂ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഫോള് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള ഒരു പാരാബോളിക് മൂവ് എപ്പോഴെങ്കിലും നിഫ്റ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കിൽ വരികയാണെങ്കിൽ നമ്മൾ വളരെയധികം അലേർട്ടായിരിക്കണം എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു ഏരിയയിൽ പിന്നെ സപ്പോർട്ട് കിട്ടാൻ പ്രയാസമാണ്. സോ അതേ പ്രതിഭാസം തന്നെയല്ലേ എവിടെയും വന്നിട്ടുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിൽ എവിടെയും സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, കണ്ടില്ലേ? എന്നാലോ റൈറ്റ് സൈഡിൽ, അതായത് താഴത്തേക്ക് ഇഷ്ടംപോലെ ഫെയർ വാല്യൂസ് ഉണ്ട് ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, 2, 3. സോ ആ തരത്തിൽ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് അടുത്ത ആഴ്ചകളിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അറ്റ്ലീസ്റ്റ് ഇവിടെ വരെയെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഈ ഫെയർ വാല്യൂ എടുക്കാൻ വരെയെങ്കിലും. സോ അത്തരത്തിൽ ഒരുപാട് അനാലിസിസുകൾ നമുക്കിതിൽ പോസിബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ടൂൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ആൻഡ് ഗെറ്റ് യുവർ ടൂൾ. നമ്മൾ ആക്സസ് സിസ്റ്റത്തിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓപ്ഷൻസിലും എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, സെൻസെക്സ് ആയിക്കോട്ടെ, ഏത് ഇതിലാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഐ കോൾ ഇറ്റ് ആസ് എ മണി പ്രിൻറ്റിംഗ് ടൂൾ ഇൻ കോമ്പിനേഷൻ വിത്ത് ഫിബൊനാച്ചി ടൂൾ. സോ ഇതൊരു ഫിബൊനാച്ചി ലിക്വിഡിറ്റി ലെൻസ് സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. And please contact me if you are interested. Thank you very much. Bye bye.